കഴിഞ്ഞ ദിവസം കിച്ചു സുധി ഉണ്ടെങ്കിൽ അവൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ കിച്ചു സുധി പറയുന്നുണ്ടായിരുന്നു, തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ. മെയിനായിട്ട് സുധി രേണു സുധിയെ കാണുന്നിടം തൊട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അതിപ്പം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചാ വിഷയമായേക്കുവാണ്. അതെന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ഒട്ടും വേഗത വീഡിയോയിലേക്ക് പോകാം. ആദ്യ സമയത്തൊക്കെ രേണുസുധിയായിട്ട് അച്ഛൻ പരിചയപ്പെടുന്നതിന് ശേഷം താനുമായിട്ട് പരിചയപ്പെടുന്ന നല്ല രീതിയിലൊക്കെ തന്നെയാണ് ഫോണിലൂടെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രേണുസുധി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് അച്ഛൻ പറയും, അച്ഛൻ ഇഷ്ടമാണെങ്കിൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണം കഴിക്കുന്നു, നേരെ കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ വന്നതിന് ശേഷം എന്തൊക്കെയോ ചില വാക്ക് തർക്കങ്ങളൊക്കെ കാരണം നേരെ കോട്ടയത്തോട്ടാണ് വന്നതെന്നുള്ളൊരു കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ വന്ന് വീടൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഒരു കിച്ചുവും അതുപോലെ തന്നെ രേണുവും സുധിയും മാത്രമല്ലാതെ ഈ ഒരു രേണുവിൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അവരെ കുട്ടികളും പിന്നെ രേണുവിൻ്റെ അച്ഛനും അമ്മയും ഇവരെല്ലാവരും ഈ വീട്ടിലുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ടുള്ള സുധിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സുധി ഇവരുടെ മൊത്തം ആൾക്കാരെയും ചിലവ് നോക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അളിയൻ, അതായത് രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് പണിക്ക് ഒന്നും തന്നെ പോകുന്നില്ല, അവിടെ തന്നെ വീട്ടിൽ തന്നെയാണ്. ഇതിൻ്റെ പേരിൽ സുധിയായിട്ടൊക്കെ ഭയങ്കര വഴക്കൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും പണിക്ക് ഒന്നും തന്നെ പോകുന്നില്ലായിരുന്നു. എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള മോശം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നോ പറയാൻ അറിയത്തില്ല, അതായിരുന്നു ഞങ്ങളുടെ വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ കുറേയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ സമയത്തൊന്നും തന്നെ ആർക്കും വേണ്ടായിരുന്നു, അവിടെ ഉള്ളവരൊന്നും തൻ്റെ അടുത്ത് സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും റൂമിൽ തന്നെ ആയിരുന്നു, കമ്പ്യൂട്ടറിലൊക്കെ കളിച്ച് അങ്ങനെ തന്നെ കുറേ 3 വർഷത്തോളം അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം കിച്ചു പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്താമെന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടറൊക്കെ കളിക്കുന്നതൊക്കെ നിർത്തിയിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുക, അവരുമായിട്ടൊക്കെ നടക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഭയങ്കരമായിട്ട് പിന്നെയും തനിച്ചാണ്, ആരടുത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. അച്ഛനാണെങ്കിൽ ഷൂട്ടിങ്ങിന് പോകുന്നു, ആ സമയത്തൊക്കെ സംസാരിക്കുന്നു, ഒരു പൈസ തരുന്നു, അങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവരുമായിട്ട് ആരുമായിട്ട് സംസാരിക്കാനൊന്നും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് കൊല്ലത്തുള്ള കുടുംബ വീട്ടിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്ന് നിന്ന് പഠിക്കട്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്നും ആ സമയത്ത് വേണ്ട എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര വിഷമമായെന്നും കിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് നടന്ന സമയത്ത് കുറച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അത് സംസാരിക്കുമ്പോൾ താല്പര്യമില്ലാതെ കുറേയധികം പേര് വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആ സമയത്ത് നടന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ എന്നാലും അച്ഛൻ തന്നോട് ഭയങ്കര സ്നേഹമാണ്, അച്ഛൻ്റെ കൂടെയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമായിരുന്നു. ആ സമയത്തൊക്കെ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, ഈ ഒരു കോട്ടയത്തെ കാര്യമൊക്കെ സംസാരിക്കുമെന്നും ഇത് ഞാൻ അച്ഛൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് പോകുന്നതെന്നും രേണുവിന് അത്ര ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കിച്ചു ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഇട്ട ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് ഒരു ദിവസം അച്ഛൻ ഷൂട്ടിങ്ങിന് പോകുന്നു, അന്ന് എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറയുന്നു. അതിന് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് അപകടമൊക്കെ പറ്റുന്നത്. ഇതേ കണക്ക് താൻ ഇതറിയുന്നത് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി, താൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും കൂടെ ചേർന്നിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇത് സത്യമാവല്ലേ എന്നുള്ള രീതിയിൽ. ആ പോകുന്ന വഴിക്കും ഈ ഒരു രേണുവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് അളിയനും അതുപോലെ തന്നെ അച്ഛനും രേണുവിൻ്റെ അച്ഛനും ഒക്കെ ഈ കാറിൽ പോകുന്ന സമയത്ത് ഭയങ്കര ജോളിയായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിറങ്ങി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്കതിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര തളർന്നു പോയി എന്നുള്ളൊരു കാര്യം കിച്ചു പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ചെല്ലുന്ന സമയത്തും ഈ ഒരു അവിടെ ചെന്ന് കാണുന്ന സമയത്താണ് താൻ വിശ്വസിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ഈ ഒരു അളിയനും അച്ഛനും ഒക്കെ രേണുവിൻ്റെ അച്ഛനും അളിയനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതേ കണക്ക് കോട്ടയത്ത് തന്നെ പള്ളിയിൽ അടക്കാം, കൊല്ലത്തോട്ടൊന്നും കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയണം, കുടുംബക്കാരുടെ അടുത്ത് പറയണം, പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറഞ്ഞു. എന്തായാലും താനുണ്ടെങ്കിൽ ഇല്ല പറ്റില്ല, ഞാൻ കൊണ്ടുപോയി കാണിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊല്ലത്ത് കൊണ്ടുപോയി കാണിച്ചത്. പിന്നെ ഇവിടെ കൊണ്ട് നടക്കി എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യ സമയങ്ങളിൽ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് എല്ലാവരും എൻ്റെ കാര്യം ശ്രദ്ധിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ശേഷം എൻ്റെ അടുത്ത് ആരും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷനിലേക്കൊക്കെ ഞാൻ വീണ് പോയി. ആ സമയത്ത് എൻ്റെ അടുത്ത് ആരും ഒന്നും ചോദിക്കാനോ ഒന്നും തന്നെ ഇല്ല, എൻ്റെ കാര്യങ്ങൾ തിരക്കാനോ ഒന്നും ആരും ഇല്ലായിരുന്നു. അത്
തനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളൊരു കാര്യം കിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ വല്യമ്മച്ചി ഇതേ കണക്ക് താൻ ജോലിക്ക് പോകുന്ന കാര്യം അറിഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം താനുണ്ടെങ്കിലും കൊല്ലത്തേക്ക് വരാൻ തൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് ചെല്ലുന്നതെന്നുള്ളൊരു കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കുറേയധികം കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അത് ഇപ്പം എനിക്ക് സംസാരിക്കാൻ ഒരു മൂഡില്ല. ഞാനതിനെപ്പറ്റി സംസാരിക്കണം എന്ന് ആലോചിക്കുവാണ്. കുറേയധികം ആൾക്കാർ ഞാൻ ചെയ്ത പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വൃത്തികെട്ട ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്നോ ആരും എനിക്കൊന്നും ഇല്ലായിരുന്നു. അതെനിക്ക് തെറ്റാണെന്ന് മനസ്സിലായിട്ട് ഇപ്പം ഞാൻ അതെല്ലാം തിരുത്തി നല്ല രീതിയിലാണ് പോകുന്നതെന്നുള്ളൊരു കാര്യമാണ് കിച്ചു ലേറ്റസ്റ്റായിട്ട് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.